എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ബാലശങ്കരം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബാലശങ്കരത്തിന്റെ 6ാം സെഷനാണ് നടക്കുന്നത്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി എങ്ങനെയാണ് ഇപ്പോൾ ഗുരുസ്മരണയ്ക്കായിട്ട് വേറെ ആരും കുട്ടികൾ വല്ലതും ഉണ്ടോ? അതോ തുടക്കത്തിൽ ചൊല്ലാനുള്ളത് ചൊല്ലാൻ മേധ വന്നിട്ടുണ്ട്. മേധയെ ക്ഷണിക്കാം. ഗുരുസ്മരണയ്ക്ക് തുടർന്നുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഉഷയപ്പോൾ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എന്നെയാണോ വിളിച്ചേ? എന്നെയാണോ വിളിച്ചേ അതോ? അല്ല, മേധ മോൾ. ശാന്തി മന്ത്രം. ഓം സഹനാ ഭവതു സഹനോ സഹ വീരം കരവാവഹേ തേജസ്വിനാപരിതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ സന്തോഷം മോളെ. ശാന്തി മന്ത്രത്തോടെ നമുക്ക് തുടങ്ങാം. ഇനിയും അടുത്തതായിട്ട് ഗുരു സ്മരണയാണ്. ഗുരുവന്ദനം. നാരായണം പത്മഭവം എന്ന് തുടങ്ങുന്ന ഗുരു പരമ്പരകളെ വന്ദിക്കുന്നതിന് വേണ്ടി ദേവിക മോളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ദേവിക. ജയശങ്കര. കേൾക്കുന്നില്ലല്ലോ മോളെ. ദേവിക. ദേവിക മ്യൂട്ടിലാണ്. ദേവിക. ജയശങ്കര. ഓം നാരായണം പത്മഭവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ജയശങ്കര. വളരെ സന്തോഷം മോളെ. ശ്ലോകങ്ങൾ ചൊല്ലുന്നവരെ വീഡിയോ കൂടി ഓൺ ചെയ്ത് വെച്ചിട്ട് ചൊല്ലുന്നത് വളരെ സന്തോഷമായിരുന്നു. അടുത്തതായിട്ട് സദാശിവ സമാരംഭം വന്ദന ശ്ലോകം ഗുരുവന്ദനത്തിനായിട്ട് ദ്രുപദ് മോനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ജയശങ്കര. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പരാ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. വളരെ സന്തോഷം മോനെ. അടുത്തതായിട്ട് ഗണപതി സ്തുതിയാണ്. ഗണപതിയെ സ്തുതിക്കുന്നതിന് കുട്ടികൾ ആരെങ്കിലും മുമ്പോട്ട് വരുമോ? ഇല്ലെങ്കിൽ സരസ്വതി ചേച്ചിയെ വിളിക്കാം. കുട്ടികൾ ആരെങ്കിലും മുമ്പോട്ട് വരുന്നോ ഗണപതി സ്തുതിക്കായിട്ട്? സരസ്വതി ചേച്ചി. ചിന്മയി ചൊല്ലിയാട്ടെ. വീഡിയോ ഓൺ ചെയ്തിട്ട്. വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം ഗുരുമേ ദേവ സർവകാര്യേഷു സർവദാ
ജയശങ്കര. ജയശങ്കര, വളരെ സന്തോഷം. അടുത്തതായിട്ട് നമ്മൾ സരസ്വതി ദേവിയെ വന്ദിക്കണം. ആരാണ് സരസ്വതി ദേവിയെ വന്ദിക്കുന്നത്? ആരെങ്കിലും മുമ്പോട്ട് വരണം. ജയശങ്കര. ആ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മീം സദാ. ജയശങ്കര, വളരെ സന്തോഷം മോളെ. നമുക്ക് എന്നാലിനി രാമായണത്തിലേക്കൊക്കെ പ്രവേശിക്കാം. നമ്മളുടെ കഴിഞ്ഞ ദിവസം രാമായണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ചെയ്തു. ഇനി അതിന്റെ ബാക്കിയിലേക്ക് കടക്കാം. ആദ്യം തുടക്കം പറഞ്ഞത് എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ഇനി ആരെങ്കിലും ഏതെങ്കിലും കീർത്തനം ചൊല്ലാൻ, വന്ദന ശ്ലോകങ്ങളിൽ ഏതെങ്കിലും ചൊല്ലാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവര് പേര് പറയണം. ഞാൻ ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ഏതാണ് മോനെ? ഏതാണ് ചൊല്ലുന്നത്? ത്വമേവ മാതാച്ച. ഏത് ശ്ലോകം? ആ, ചൊല്ലിയേട്ടെ. മോന്റെ പേര് പറഞ്ഞിട്ട്. ത്വമേവ പേര് പറയേ. ശ്രീദൈവിക്. മോന്റെ പേര് ശ്രീദേവിക്ക്. ജയശങ്കര എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങണം. ഓം ചൊല്ലിയിട്ട് ചൊല്ലണേ. ജയശങ്കര. ഓം ത്വമേവ മാതാച്ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. വളരെ ജയശങ്കര. സന്തോഷം മോനെ. മോൻ ആദ്യം മുതലുള്ള ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഏത് ജില്ലയിൽ? ഞാൻ കോഴിക്കോട് ജില്ല, ബാലുശ്ശേരി. ഓ, ശരി ശരി. നമുക്ക് ഇനി ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ചൊല്ലാൻ? കുഞ്ഞുങ്ങൾ ആരെങ്കിലും ചൊല്ലുന്നുണ്ടോ ഏതെങ്കിലും? ചിന്മയ ഉണ്ടായിരുന്നു. ഏതായിരുന്നു ചിന്മയി? ശിവ ശിവകര ശാന്തം. ആ, ചൊല്ലിയാട്ടെ. ജയശങ്കര. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ജയശങ്കര. ജയശങ്കര. കോസല ദേശ ആരെ? ദശരഥ മഹാരാജ കൗസല്യ കൈകേയി. പക്ഷേ 3 ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും ആദ്യം ഒരു അശ്വമേധയാഗം വൈഭാണ്ഡക മുനിയെ കൊണ്ട് നടത്തിക്കുക. അതിനുശേഷം ഋഷ്യശൃംഗനെ ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുത്രകാമേഷ്ടി യാഗം നടത്തുക. അങ്ങനെ പുത്രകാമേഷ്ടി യാഗം നടത്തി കഴിഞ്ഞപ്പോ ആ യാഗാഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ സ്വർണ പാത്രത്തിൽ പായസവുമായി വരികയും ആ പായസം രാജാവ് 3 ഭാര്യമാർക്കുമായി കൊടുക്കുകയും ചെയ്തു. 2 ഭാര്യമാർക്കാണ് കൊടുത്തത്. അതൊക്കെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അവർക്ക് അങ്ങനെ 4 പുത്രന്മാർ ഉണ്ടായി. പേരെന്തുവായിരുന്നു അവരുടെയൊക്കെ? ജയശങ്കരം. കൗസല്യ രാമൻ, കൈകേയി ഭരതൻ, സുമിത്ര ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ജയശങ്കരം. വെരി ഗുഡ് ജയശങ്കര. അങ്ങനെ ആ കുമാരന്മാരെ അയോധ്യയിൽ അങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് ആ രാജധാനിയിൽ പറഞ്ഞത്. ഇനി നമുക്ക് അത് കൂടുതൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ അങ്ങനെ വസിഷ്ഠ മഹർഷി കുമാരന്മാരെ
വിധിപൂർവകം ഉപനയനം നടത്തി കഴിഞ്ഞിട്ടാണ് വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ തുടങ്ങി. അപ്പൊ 64 കലകള്, ഈ സനാതന ധർമ്മ ശാസ്ത്രങ്ങള് എന്ന് പറയുമ്പം വേദങ്ങള്, വേദാംഗങ്ങള്, ഉപനിഷത്തുകള്, ദർശനങ്ങള്, അങ്ങനെ എല്ലാം ശാസ്ത്രങ്ങളും സനാതന ധർമ്മ ശാസ്ത്രങ്ങളെല്ലാം, ആയുർവേദം, ധനുർവേദം എന്ന് വേണ്ട ഗാന്ധർവവേദം, അങ്ങനെ എല്ലാം തന്നെ അവരെ ഹൃദിസ്ഥമാക്കി. അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞ് അത് നമ്മുടെ രാമായണത്തിൽ പറയുന്നുണ്ട്, ശ്രുതികളോട് പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആശ്രമധർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വസിഷ്ഠ മഹർഷി കുലഗുരുവായ, സൂര്യവംശത്തിന്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷി അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവര് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ യമനിയമാദികളും പഞ്ചയജ്ഞങ്ങളുമൊക്കെ നിത്യേന ആചരിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ അങ്ങനെ സുഖമായിട്ട് കഴിയുകയായിരുന്നു. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് തിരികെ വന്ന് രാജധാനിയില് അങ്ങനെ സുഖമായിട്ട് കഴിയുമ്പോ വിശ്വാമിത്രൻ എന്ന മഹർഷി അവിടെ എത്തുകയാണ്. വന്നത് വിശ്വാമിത്രൻ എന്ന മഹർഷി. അപ്പം വിശ്വാമിത്ര മഹർഷി അയോധ്യയിലെ ദശരഥ മഹാരാജാവിന്റെ രാജധാനിയിൽ എത്തുമ്പോ ദശരഥ മഹാരാജാവ് എല്ലാ ആതിഥ്യ മര്യാദകളോടും കൂടിയാണ്. എന്നുവെച്ചാല് നമ്മുടെ സനാതന ധർമ്മശാസ്ത്രം പറയുന്നുണ്ട്, അതിഥി ദേവോ ഭവ. അതിഥിയെ തിഥി നോക്കാതെ, അതായത് അവിചാരിതമായി വരുന്ന ആ അതിഥിയെ ദേവനെ എങ്ങനെയാണോ സ്വീകരിക്കുന്നത്, ഭഗവാൻ എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഗൃഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നു, അതുപോലെ സ്വീകരിക്കണം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഓരോരുത്തരെയും. അതാണ് ഇവിടെ ദശരഥ മഹാരാജാവ് എങ്ങനെയാണ് വിശ്വാമിത്ര മഹർഷിയെ സ്വീകരിക്കുന്നതെന്ന് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ ഭക്തിപൂർവം സ്വീകരിച്ചാനയിച്ച് ഉപവിഷ്ടനാക്കിയതിനു ശേഷം അങ്ങ് ഈ കൊട്ടാരത്തിലെത്തിയത് കൊണ്ട് ഈ രാജ്യം തന്നെ വളരെ ധന്യമായി. എന്താണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് അന്വേഷിച്ചു. കാരണം രാജ്യം ഭരിക്കുന്ന ആളാണ് ആ രാജ്യത്തിലെ സർവ്വജനങ്ങളുടെയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊടുക്കേണ്ടത്. ഇവിടെ പ്രത്യേകിച്ചും മഹർഷിമാരാണ് യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്ത് ആ രാജ്യത്തിനും ജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അവർക്ക് അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഉത്തരവാദിത്വം, അതായത് സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിച്ചവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് ഗൃഹസ്ഥാശ്രമത്തിലുള്ളവരുടെ ചുമതലയാണ്. അതുകൊണ്ട് രാജാവ് ചോദിച്ചു, അങ്ങയ്ക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പൊ വിശ്വാമിത്ര മഹർഷി പറയുകയാണ്, രാമായണത്തിൽ പറയുന്നു, ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്ന മാരീച സുബാഹുമുഖ്യന്മാരായ നക്തഞ്ചരേന്ദ്രന്മാരെ വധിച്ച് യാഗത്തെ രക്ഷിച്ചു തരണം. അപ്പം അമാവാ ഇറ്റപ്പോളുടെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ, വോയിസ് കേൾക്കുന്നില്ല. ഇല്ല, വോയിസ് ക്ലിയർ ഉണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. കേൾക്കുന്നുണ്ട്.
ഓഡിയോ ക്ലിയർ അല്ല. ഇല്ല. ഓഡിയോ നല്ല ക്ലിയർ ആണ്. ഇപ്പൊ ഓഡിയോ പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇല്ല, പോകുന്നുണ്ട്. കേക്കത്തില്ല. എനിക്ക് ഓഡിയോ നല്ല ക്ലിയർ ക്ലിയർ. അല്ല കേട്ടോ. അത് എന്താ അറിയില്ല, പക്ഷെ ഇവിടെ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. ഇല്ല. കേൾക്കാം. കുറച്ച്. ദശരഥ മഹാരാജാവ് ഞാൻ നാളെ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ചിലര് കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞേ പറയാൻ പോയില്ല. പറയാൻ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പോവുക, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നില്ല. കേക്കാം. ഇടയ്ക്കിടയ്ക്ക് പക്ഷെ കേക്കാം. ഒന്നുമില്ല. ഇനി പറഞ്ഞു നോക്കട്ടെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ ശരിക്ക്? ഇപ്പൊ ക്ലിയർ ആണോ? ആവുന്നില്ല ക്ലിയർ ആണോ? ചേച്ചി. ഇല്ല, ആവുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഭൂതകാലം, ബ്രേക്ക് ആവുക. ഭാവികാലം, ഭൂതകാലം, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഭാവികാലം, ആവും. വർത്തമാനകാലം അവിടെ മുതൽ പറഞ്ഞാട്ടെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. കട്ടായി കേൾക്കുന്നത്. മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ ഭയങ്കര ഇടിയും മഴയുമായിരുന്നു. അതാ പോകുന്നത്. ലാപ്ടോപ്പിൽ ഒന്ന് ട്രൈ ചെയ്തിരുന്നോ നമ്മളെ? ലാപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ വേറൊരു സ്ഥലത്താണ് ഇപ്പൊ ഇരിക്കുന്നത്. വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിച്ച് നോക്കട്ടെ. ആയിക്കോട്ടെ. ത്രികാലജ്ഞാനിയായ വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനോട് ഭൂമി ദേവിയുടെ അഭ്യർത്ഥന മാനിച്ച് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണ്.
ഓ ആ അപ്പം വീഡിയോ ഓഫ് ചെയ്തിട്ട് പറയാം. ബ്രഹ്മാദി ദേവകൾ അർത്ഥിക്കുന്ന കാരണം ഭഗവാൻ മഹാവിഷ്ണു ദശരഥ മഹാരാജാവിന് പുത്രനായി അവതരിച്ചതാണെന്ന് പറയുന്നു. അത് തന്നെയുമല്ല, കഴിഞ്ഞ ജന്മത്തില് ദശരഥ മഹാരാജാവ് കശ്യപ പ്രജാപതിയായിരുന്നു. കൗസല്യാദേവിയോ അതിഥി ദേവി. അങ്ങനെ ആ കശ്യപ പ്രജാപതിയും അതിഥി ദേവിയും വളരെ കാലം ഭഗവാൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് സംപ്രീതനാക്കി. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ഭഗവാനെ തന്നെ ഞങ്ങൾക്ക് പുത്രനായി വരണം എന്നാണ് കശ്യപ പ്രജാപതിയും അതിഥി ദേവിയും ഭഗവാനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഈ ജന്മത്തില് കശ്യപ പ്രജാപതി ദശരഥ മഹാരാജാവും അതിഥി ദേവി കൗസല്യാദേവിയുമായി ജനിക്കുകയും അവർക്ക് ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമനായി പുത്രനായി ജനിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകുന്നതിനൊന്നും ഭയക്കേണ്ടതില്ല എന്ന് വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനോട് പറഞ്ഞത്. അങ്ങനെ വിശ്വാമിത്ര മഹർഷി വന്ന് തൻ്റെ അമാവാസ്യ തോറും നടത്തുന്ന യാഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രീരാമനെയും ലക്ഷ്മണനെയും വിട്ടുതരണമെന്ന് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞപ്പോ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശമനുസരിച്ച് ദശരഥ മഹാരാജാവ് പുത്രന്മാരെ വിശ്വാമിത്രനൊപ്പം വനത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവിടെ വെച്ച് വസിഷ്ഠ മഹർഷി പറയുന്നുണ്ട്, ഭഗവാൻ മഹാവിഷ്ണുവാണ് ശ്രീരാമനായി അവതരിച്ചിരിക്കുന്നത്. അതുപോലെ ആദിശേഷൻ അഥവാ അനന്തൻ ലക്ഷ്മണനായും പാഞ്ചജന്യമെന്ന ശംഖ് ഭരതനായും സുദർശന ചക്രം ശത്രുഘ്നായും അവതരിച്ചിരിക്കുകയാണ്. അതുപോലെ സാക്ഷാൽ യോഗമായാദേവി സീതാദേവിയായി മിഥിലയിൽ അവതരിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ ഒരു യോഗം വേണം. അതിനുവേണ്ടി കൂടിയാണ് വിശ്വാമിത്ര മഹർഷിയും ത്രികാലജ്ഞാനിയാണ്. ഇങ്ങനെ ഇവിടെ വന്ന് രാമലക്ഷ്മണന്മാരെ ഒപ്പം കൊണ്ടുപോകണം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് സന്തോഷത്തോടെ അവരെ അനുഗ്രഹിച്ച് വിശ്വാമിത്രനൊപ്പം യാത്രയാക്കണം എന്ന നല്ല ഉപദേശമാണ് വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിന് കൊടുക്കുന്നത്. ഇതാണ് നല്ല വ്യക്തികളുമായിട്ടുള്ള അറിവും സ്വഭാവഗുണവുമുള്ള ആൾക്കാരുമായി നമ്മൾ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. കാരണം നല്ല വ്യക്തികളുടെ ഉപദേശം സ്വീകരിച്ചാല് തീർച്ചയായിട്ടും അത് നമ്മുടെ നന്മയ്ക്കായിരിക്കും. അത് രാജാവായാലും മന്ത്രിയായാലും ആരായാലും, നിങ്ങൾ കുഞ്ഞുങ്ങളായാലും. കാരണം നിങ്ങള് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വീട്ടിലുള്ള മുത്തശ്ശനോ മുത്തശ്ശിയോ സഹോദരങ്ങളോ ഒക്കെ തന്നെ, നല്ല സുഹൃത്തുക്കളോ ഒക്കെ തന്നെ നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ തരും. ആ ഉപദേശങ്ങൾ നല്ലതാണോ എന്ന് നമുക്ക് സംശയിക്കാനില്ല. കാരണം അവരൊക്കെ നമ്മുടെ അഭ്യുതകാംക്ഷികളാ, നന്നായി നമ്മൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഇതുപോലെ നല്ല ഉപദേശങ്ങള് നമ്മുടെ രക്ഷകർത്താക്കൾ തരുമ്പോ തീർച്ചയായിട്ടും നമ്മള് അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. ഇവിടെ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം അനുസരിച്ച് ദശരഥ മഹാരാജാവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് മഹർഷിയോടൊപ്പം യാത്രയാക്കുകയാണ്. അപ്പൊ അവിടെ നമ്മുടെ രാമായണത്തിൽ വായിക്കുമ്പോൾ അറിയാം, കുമാരന്മാരെപ്പോഴും അച്ഛനും അമ്മയും പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞപ്പോ അങ്ങ് പോവല്ല ചെയ്യുന്നത്. അപ്പോഴെന്തേ ചെയ്യുന്നത്? കുമാരന്മാരെ ഗുരുക്കന്മാരെ എല്ലാം വന്ദിക്കുന്നുണ്ട്, ഗുരുപത്നിയെ വന്ദിക്കുന്നുണ്ട്, മാതാപിതാക്കന്മാരെ എല്ലാവരെയും നമസ്കരിക്കുന്നുണ്ട്, അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അവരെ ആയുധധാരികളായി വിശ്വാമിത്ര മഹർഷിയോടൊപ്പം പുറപ്പെടുകയാണ്. അപ്പം ഇവര് വസിഷ്ഠ മഹർഷിയുടെ അടുത്തു നിന്ന് എല്ലാ വിദ്യകളും പഠിച്ചു. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ പഠിച്ചാൽ പോരായല്ലോ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമല്ലോ. അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരു അവസരം വേണം. ഇവിടെ ശരിക്കും ധനുർവിദ്യകളും എല്ലാ വിദ്യകളും പഠിച്ചു കഴിഞ്ഞ ഈ കുമാരന്മാർക്ക്
ഇതൊക്കെ പ്രാവർത്തികമാക്കാനും മനസ്സിലാക്കാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് വിശ്വാമിത്രനോടൊപ്പം ഒരു സൽസംഗം തന്നെയാണ് വനത്തിലേക്കുള്ള യാത്ര. അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹം വാങ്ങി അവർ യാത്ര തിരിക്കുകയാണ് മൂവരും. അങ്ങനെ പോകുമ്പോ യാത്രക്കിടെ വിശപ്പും ദാഹവും ഒക്കെ, വനത്തിൽ കൂടിയാണ് യാത്ര, വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാവാം. അപ്പൊ ചിലപ്പം ഭക്ഷണം ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ അതിനുവേണ്ടി വിശപ്പും ദാഹവും ഉണ്ടാകാതിരിക്കാനായി മാഹാത്മ്യമേറുന്ന 2 ദേവനിർമ്മിതങ്ങളായ മന്ത്രങ്ങളെ വിശ്വാമിത്ര മഹർഷി ശ്രീരാമനും ലക്ഷ്മണനും ഉപദേശിച്ചു കൊടുക്കുന്നു. ആ മന്ത്രങ്ങളുടെ പേര് ബല, അതിബല. ബല, അതിബല എന്നീ 2 മന്ത്രങ്ങൾ വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെയും ലക്ഷ്മണനെയും പഠിപ്പിക്കുന്നു, വിശപ്പും ദാഹവും ഉണ്ടാവാതിരിക്കാൻ. അങ്ങനെ ഗംഗ കടന്ന് അവർ താടകാ വനത്തിലാണ് എത്തുന്നത്. അവിടുത്തെ ആ വനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ താടകാ വനത്തിൽ കൂടി ഒരാളും നേർവഴിക്ക് നടക്കുകയില്ല. കാരണം അത്രയ്ക്ക് ഭയങ്കരിയായ രാക്ഷസിയാണ് ഈ താടക. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല എന്നാണ് പറയുന്നത് തന്നെ. അത്രയ്ക്ക് ഭയങ്കരിയാണ്. അങ്ങനെ ഭയങ്കരിയായ ആ താടകയെ ശ്രീരാമൻ വധിക്കണമെന്ന് വിശ്വാമിത്രൻ പറഞ്ഞു. അപ്പൊ തന്നെ ശ്രീരാമൻ തന്റെ അമ്പും വില്ലും എടുത്ത് ഒരു ഞാണൊലി ഇട്ടു. ഈ ഞാണൊലിയുടെ ശബ്ദം കേട്ട് കോപാകുലയായിട്ട് അതിഭയങ്കര രൂപത്തോടുകൂടി താടക എന്ന രാക്ഷസി ശ്രീരാമന്റെ നേർക്ക് പാഞ്ഞടുത്ത് വരികയാണ്. അപ്പൊ എന്ത് ചെയ്തു? ശ്രീരാമൻ എന്ത് ചെയ്തു? ഒരു ശരത്താൽ അവളെ അങ്ങ് വധിച്ചു. മരിച്ചു വീണ ആ താടക ഒരു ശാപം, ഒരു മഹർഷിയുടെ ശാപത്താൽ ഇങ്ങനെ രാക്ഷസിയായി മാറിയ ഒരു യക്ഷിയായിരുന്നു. അത് പിന്നെ മോക്ഷം കിട്ടി. ശ്രീരാമചന്ദ്രനാലല്ലേ വധിക്കപ്പെട്ടത്. മോക്ഷം കിട്ടി തിരികെ പോയി. അങ്ങനെ അത് കണ്ടപ്പോ വിശ്വാമിത്രന് വളരെ സന്തോഷമായി. വിശ്വാമിത്രന് അറിയാം ശ്രീരാമചന്ദ്ര പ്രഭു സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണെന്ന് അറിയാം. എങ്കിലും ആ താടകാവധം കഴിഞ്ഞപ്പോ വിശ്വാമിത്രൻ വളരെ സന്തോഷമായിട്ട് ദിവ്യങ്ങളായ പല അസ്ത്രങ്ങളെയും ശ്രീരാമന് ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ വീണ്ടും അവർ യാത്ര തുടർന്ന് വിശ്വാമിത്രന്റെ ആശ്രമമായ സിദ്ധാശ്രമത്തിലെത്തി. വിശ്വാമിത്രന്റെ ആശ്രമമായ സിദ്ധാശ്രമത്തിലെത്തി. അപ്പോൾ എന്തിനാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വിശ്വാമിത്രൻ സിദ്ധാശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ആരെങ്കിലും മ്യൂട്ട് ഓൺ ചെയ്തിട്ട് പറയണേ, കുഞ്ഞുങ്ങൾ ആരെങ്കിലും. വിശ്വാമിത്രൻ എന്തിനാണ് ശ്രീരാമനെ സിദ്ധാശ്രമത്തിലേക്ക് കൊണ്ടുവന്നത്? കഥ കേട്ട ആരെങ്കിലും കുഞ്ഞുങ്ങൾ പറയണേ. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ആരും പറയുന്നില്ലയോ? യാഗരക്ഷയ്ക്ക്, അപ്പം യാഗരക്ഷ നടത്താം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകാം, അല്ലെങ്കിൽ വെറും കഥ കേൾക്കുന്ന പോലെ ആയി പോവുകയല്ലയോ. ഇനിയുള്ള ഭാഗത്ത് പറയുന്ന ഉടനെ ശ്രദ്ധിച്ചിരുന്നിട്ട് മറുപടി പറയണേ. യാഗരക്ഷയ്ക്ക് വേണ്ടിയാണ് വിശ്വാമിത്രൻ ശ്രീരാമനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, നമ്മളിപ്പോ സിദ്ധാശ്രമത്തിലെത്തിയല്ലോ, ഇനി അങ്ങ് യാഗം ചെയ്തോളാൻ പറഞ്ഞു. യാഗം ചെയ്താട്ടെ, ഞാൻ വരുന്ന രാക്ഷസരെയൊക്കെ നിഗ്രഹിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാമിത്രൻ സിദ്ധാശ്രമത്തില് തന്റെ ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്, അവരുമെല്ലാമായിട്ട് ചേർന്ന് യാഗം ചെയ്യാൻ തുടങ്ങി. യാഗം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോ തന്നെ ഒരു രാക്ഷസന്മാര് പടയോടുകൂടി യാഗസ്ഥലത്ത് വന്ന് ആ യാഗഭൂമിയെ അശുദ്ധമാക്കാൻ തുടങ്ങി. രക്തമൊക്കെ എവിടെന്നെങ്കിലും മാംസം, രക്തം ഒക്കെ കൊണ്ടിട്ട് അശുദ്ധമാക്കി യാഗം ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങള് ചെയ്യാനായിട്ട് വന്നു. അപ്പൊ ശ്രീരാമൻ എന്ത് ചെയ്തു? മാരീചൻ, സുബാഹു, ഈ 2 രാക്ഷസന്മാരുടെ നേതൃത്വത്തിലാണ് ഈ രാക്ഷസപ്പട ഇവിടെ വന്നിരിക്കുന്നത്. ആരൊക്കെയാണ്? മാരീചൻ, സുബാഹു. അപ്പൊ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരു ബാണം
അയച്ച് ഒരു വില്ല് കൊലച്ച് ഈ സുബാഹുവിന്റെ നേർക്ക് അയച്ചു. സുബാഹു ശ്രീരാമന്റെ അസ്ത്രമേറ്റ് മരിച്ചു വീണു. അടുത്തത് മാരീചന്റെ നേർക്ക്. മാരീചൻ എന്ത് ചെയ്തു? ബാണം വരുന്നത് കണ്ടുകൊണ്ട് ഭയന്ന് ഓടാൻ തുടങ്ങി. പുറകെ ബാണം, പുറകെ ബാണവും. അങ്ങനെ മാരീചൻ ഓടി രക്ഷപ്പെടാൻ നോക്കി. അവസാനം സമുദ്രത്തിൽ ചാടി. അവിടെയും ബാണം പുറകെ വരുന്നുകൊണ്ട് മറ്റൊരു രക്ഷയുമില്ലെന്ന് കണ്ട് തിരിച്ച് നേരെ ശ്രീരാമചന്ദ്രനെ വന്ന് അഭയം പ്രാപിച്ചു. അങ്ങനെ അഭയം പ്രാപിച്ചപ്പോ ശ്രീരാമചന്ദ്രൻ അഭയം കൊടുത്തു. അങ്ങനെ മാരീചൻ രാമഭക്തനായിട്ട് മാറി തപസ് ചെയ്യാൻ പോയി. പിന്നെ നമുക്ക് മാരീചനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ വന്ന് മാരീചൻ, സുബാഹു എന്ന 2 രാക്ഷസന്മാരുടെ നേതൃത്വത്തിലാണ് രാക്ഷസപ്പട വന്ന് വിശ്വാമിത്രന്റെ യാഗം മുടക്കിയിരുന്നത്. അവരിൽ സുബാഹുവിനെ ശ്രീരാമൻ വധിച്ചു. മാരീചൻ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് രക്ഷപ്പെട്ട് രാമഭക്തനായി മാറി. ഈ സമയം കൊണ്ട് ലക്ഷ്മണൻ മറ്റുള്ള എല്ലാ രാക്ഷസന്മാരെയും കൊന്നൊടുക്കി. അങ്ങനെ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രൻ അപ്പോൾ അഭിനന്ദിക്കുകയാണ്. നല്ല ഒരു കാര്യം ആര് ചെയ്താലും അവരെ അഭിനന്ദിക്കണം. അങ്ങനെ 3 ദിവസം കൂടെ അവര് സുഖമായിട്ട് ആ വിശ്വാമിത്രന്റെ സിദ്ധാശ്രമത്തിൽ കഴിഞ്ഞു. എന്നിട്ട് 4ാമത്തെ ദിവസം വിശ്വാമിത്രൻ പറഞ്ഞു, വെറുതെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്നാൻ പറ്റത്തില്ല, കാലം വെറുതെ കളയരുത്, ഒരു സമയം പോലും നഷ്ടപ്പെടുത്തി കളയരുത്, പ്രയോജനമുള്ളതാക്കി തീർക്കണം. കാരണം ഇപ്പൊ പോകുന്ന സമയം നമുക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് നമുക്ക് നേരെ ജനക മഹാരാജാവിന്റെ രാജകൊട്ടാരത്തിലേക്ക്, മിഥിലാപുരിയിലേക്ക് പോകാം. അവിടെ ശ്രീപരമേശ്വരന്റെ ത്രയംബകം എന്ന വില്ല് വളരെ ഭക്തിയാദരപൂർവം പൂജിച്ചു വെച്ചിരിക്കുന്നതൊന്നും കാണാം. അപ്പൊ എവിടേക്ക് പോകാം? മിഥിലയിലേക്ക്, ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞപ്പോ ശ്രീരാമനും ലക്ഷ്മണനും തയ്യാറായി. വിശ്വാമിത്രനും ധാരാളം ശിഷ്യഗണങ്ങളും എല്ലാവരും കൂടെ ആ ധനുരത്നത്തെ വണങ്ങുന്നതിന് വേണ്ടി അവരെ മിഥിലയിലേക്ക് പോയി. മിഥിലയിലെ രാജാവ് ജനക മഹാരാജാവ്. ജനക മഹാരാജാവിന്റെ കൊട്ടാരം രാജ്യമേതാ? മിഥില. ആ പോകുന്ന വഴിക്ക് വളരെ ദിവ്യങ്ങളായ വൃക്ഷങ്ങളും ലതകളും കുസുമങ്ങളും ഒക്കെ പൂക്കളും ഒക്കെ നിറഞ്ഞ വളരെ മനോഹരമായ ഒരു സ്ഥലത്തൂടെ, ഒരു ആശ്രമ പ്രദേശത്തൂടാണ് അവര് പോകുന്നത്. മിഥിലയിലേക്കാണ്. മിഥിലയിലേക്ക് പോകുന്ന വഴി വളരെ മനോഹരമായ ഒരു ആശ്രമ പരിസരത്തൂടെ അവര് പോകാൻ തുടങ്ങി. അപ്പൊ അവിടെ ജന്തുക്കൾ ഒന്നും തന്നെ ഇല്ല, ഒരു ജന്തുക്കളും അവിടെ ഇല്ല. കാട് പിടിച്ചു കിടക്കുന്നു. പക്ഷെ നല്ല ഫലവൃക്ഷങ്ങള്, ഔഷധ ഗുണമുള്ള വൃക്ഷങ്ങള്, അതുപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന വളരെ മനോഹരങ്ങളായ ചെടികള് ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലത്തൂടെ പോയപ്പോ ശ്രീരാമൻ ചോദിച്ചു, ഇതേതാണ് ഈ ആശ്രമവും സ്ഥലവും, ഇത് ആരുടെയാണ് എന്ന് ചോദിച്ചു. ആരോടായിരിക്കും ചോദിച്ചത്? ആരെങ്കിലും മ്യൂട്ട് ചെയ്തിട്ട് പറയണേ. വസിഷ്ഠ മഹർഷിയാണോ? എന്തോ? വസിഷ്ഠ മഹർഷിയാണോ? അല്ല മോനെ, വസിഷ്ഠ മഹർഷി എവിടാണ്? അയോധ്യയില. ഇപ്പൊ അവര് വിശ്വാമിത്രന്റെ മോൻ മിടുക്കൻ, എന്തായാലും ശരിയോ തെറ്റോ ഉത്തരം പറഞ്ഞല്ലോ. വിശ്വാമിത്ര മഹർഷിയുടെ കൂടാണ് അവര് സിദ്ധാശ്രമത്തിൽ വന്നത്. അപ്പൊ വിശ്വാമിത്ര മഹർഷിയുടെ കൂടാണ് അവര് മിഥില രാജ്യത്തേക്ക് പോകുന്നത്. മിടുക്കൻ. വിശ്വാമിത്രനോട് ചോദിച്ചു, ഈ ആശ്രമം ആരുടേതാണ്? അപ്പം വിശ്വാമിത്രനെ ശ്രീരാമനോട് കഥ പറയുകയാണ്. ഇത് ഗൗതമ മഹർഷിയുടേതാണ് ഈ ആശ്രമം. ഇനി അതിനൊരു കഥയുണ്ട്. ഗൗതമ മഹർഷിക്ക് വളരെ സുന്ദരിയായ ഭാര്യ ഉണ്ടായിരുന്നു. പേരെന്താണ്? അഹല്യാദേവി. ഈ അഹല്യാദേവി ഈ ഗൗതമ മഹർഷിയും കൂടെ വളരെ സുഖമായിട്ട് ഈ ആശ്രമത്തിൽ കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോഴ് ഒരിക്കൽ സന്ധ്യാവന്ദനത്തിനായിട്ട് ഗൗതമ മഹർഷി ഗംഗാ നദിക്കരയിലേക്ക് പോയ സമയം
അഹല്യാദേവിയോട് ഇഷ്ടം തോന്നിയ ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ ആ ആശ്രമത്തിൽ വരികയും അത് ഗൗതമ മഹർഷിയാണെന്ന് വിചാരിച്ച് അഹല്യാദേവി അവിടെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ സന്ധ്യാവന്ദനത്തിനുള്ള സമയമായില്ല എന്ന് മനസ്സിലായ ഗൗതമ മഹർഷി തിരിച്ചു വന്നപ്പോ എന്നെ പോലിരിക്കുന്ന ഒരാള് ആശ്രമത്തിൽ ഇരിക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ഗൗതമ മഹർഷി ആരായിരുന്നു ആയിരുന്നത്? ദേവേന്ദ്രനായിരുന്നു. ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ വന്ന് അഹല്യാദേവിയോ പ്രാപിച്ച ദേവേന്ദ്രനായിരുന്നു. ആ ദേവേന്ദ്രനെ സഹസ്രഭകനായി ഭവിക്ക എന്ന് ശപിച്ചു. തന്റെ രൂപത്തിൽ തന്റെ വീട്ടിലേക്ക് വന്ന, തന്റെ ആശ്രമത്തിലേക്ക് വന്ന ആ ദേവേന്ദ്രനെ ഗൗതമ മഹർഷി ശപിച്ചു, സഹസ്രഭകനായി ഭവിക്ക. എന്നിട്ട് അഹല്യാദേവിയെയും ശപിച്ചു. എന്താണ് ശിലയായി മാറട്ടെ. വെയിലും മഴയും മഞ്ഞും ഒക്കെ കാറ്റും ഒക്കെ കൊണ്ട് ഈ ചെയ്ത തെറ്റിന് നീ ഇവിടെ ശിലയായി കല്ലായി കഴിയുക. എന്നെങ്കിലും ത്രേതായുഗത്തിൽ രാമദേവൻ അനുജനോടൊപ്പം ഇവിടെ വരും. ആ പാദാംഭോജം നിന്റെ ദേഹത്ത് വെക്കുമ്പോ എന്തോ ആ പാദം വെക്കുമ്പോൾ ഒരു യുവതി അവിടെ പ്രത്യക്ഷപ്പെടുന്നതല്ലേ? അതെ. ആ ശ്രീരാമ പാദങ്ങൾ നിന്റെ ശിരസില് വെക്കുമ്പോ നിനക്ക് ശാപമോക്ഷം കിട്ടി തിരിച്ച് അഹല്യാദേവിയായി വന്ന് എന്നോടൊപ്പം തപസ് ചെയ്യാൻ വരാം എന്ന് ഗൗതമ മഹർഷി അനുഗ്രഹിക്കുകയും ചെയ്തു, ശാപമോക്ഷം കൊടുത്തു. ആ അതുകൊണ്ട് വിശ്വാമിത്രൻ പറഞ്ഞു, നമുക്ക് നേരെ ഈ അഹല്യാദേവി കല്ലായി മാറിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അവിടെ ചെന്ന് ശ്രീരാമദേവൻ തന്റെ പാദങ്ങൾ ആ ശിലയിൽ വെക്കണം, അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് ശ്രീരാമദേവൻ തന്റെ പാദങ്ങൾ ആ ശിലയിലേക്ക്, ആ കല്ലിലേക്ക് മെല്ലെ വെച്ചിട്ട് രാമോഹം എന്ന് പറഞ്ഞ് വണങ്ങി നിന്നു. കാരണം അഹല്യാദേവി അമ്മയ്ക്ക് തുല്യയാണ്. വണങ്ങി നിന്നു. അപ്പോഴേ കല്ലിന് ശാപമോക്ഷം കിട്ടി, അഹല്യാദേവിയായി മാറി. ആ അഹല്യാദേവിക്ക് തന്റെ പൂർവവൃത്താന്തം, ഗൗതമ മഹർഷിയും ഈ ആശ്രമവും ഒക്കെ ഓർമ്മ വന്നിട്ട് ശ്രീരാമചന്ദ്രപ്രഭു ആണ് ഇപ്പോ വന്ന് എനിക്ക് ശാപമോക്ഷം തന്നതെന്നും എല്ലാം മനസ്സിലാക്കി, സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ശ്രീരാമനെന്നും മനസ്സിലാക്കി ഭഗവാനെ സ്തുതിക്കുന്ന അഹല്യാസ്തുതി. ആദ്യത്തെ സ്തുതിയാണ് ഇതിലെ. വളരെ ഗംഭീരമായ സ്തുതിയാണ് രാമായണത്തിലെ അഹല്യാസ്തുതി. അങ്ങനെ അഹല്യാദേവി സ്തുതിച്ചു കഴിഞ്ഞു. പിന്നീട് ഇനിയും അവർ എങ്ങോട്ട് പോവാനാണ് ഇറങ്ങിയിരിക്കുന്നത്? വിശ്വാമിത്രൻ ശ്രീരാമനും ലക്ഷ്മണനുമായിട്ട് എങ്ങോട്ട് പോവാനായിട്ടായിരുന്നു ഇറങ്ങിയത്? ഗൗതമന്റെ ആശ്രമത്തിലേക്കായിരുന്നോ? മിഥിലയിലേക്ക്, ജനക മഹാരാജാവിന്റെ അടുത്തേക്ക് പോവാൻ ഇറങ്ങിയതാ. അതുകൊണ്ട് വീണ്ടും അവര് യാത്ര തുടർന്നു. അങ്ങനെ മിഥിലയിലെത്തിയപ്പോഴ് മിഥിലാധിപതി ജനക മഹാരാജാവ് തന്റെ ആചാര്യനോടൊപ്പം പൂജാസാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഓടി വന്ന് ഗോപുര കവാടത്തിൽ തന്നെ എത്തി വിശ്വാമിത്രനെ പൂജിച്ച് ആദരിച്ച് സ്വീകരിച്ച് രാജധാനിയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഇരിപ്പിടത്തിലൊക്കെ ഇരുത്തി പാദങ്ങളൊക്കെ കഴുകി വിശിഷ്ട ഭോജ്യങ്ങളും ഒക്കെ നൽകിയതിനു ശേഷം നരനാരായണന്മാരെ പോലെ സുന്ദര സുമുഖന്മാരായ ഈ കുമാരന്മാർ, വിശ്വാമിത്രന്റെ കൂടെ വന്നിരിക്കുന്നവർ ആരാണ് എന്ന് ചോദിക്കുകയാണ് വിശ്വാമിത്രനോട്. ചോദിച്ചത് ആരാണ്? ജനക മഹാരാജാവ്. എന്താണ് ചോദിച്ചത്? വിശ്വാമിത്രനൊപ്പം വന്ന ഈ കുമാരന്മാർ ആരാണ്? അപ്പൊ എന്താ പറഞ്ഞു? അയോധ്യയിലെ രാജാവായ
ദശരഥന്റെ പുത്രന്മാരാണ് ഇവർ. എന്റെ സിദ്ധാശ്രമത്തിലെ യാഗം മുടക്കുന്ന രാക്ഷസന്മാരെ നിഗ്രഹിച്ച് യാഗരക്ഷ നടത്തുന്നതിന് വേണ്ടി വന്ന ഇവര് അത് കഴിഞ്ഞ് ത്രയംബകം എന്ന വില്ല്, മഹാദേവന്റെ വില്ല് ജനക മഹാരാജാവ് പൂജിച്ചു വെച്ചിരിക്കുന്നു എന്നറിഞ്ഞതുകൊണ്ട് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആരെങ്കിലും ഒന്ന് മറുപടി പറയണേ. മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായി. വെരി ഗുഡ്. അപ്പം അത് കൂടുതൽ പറഞ്ഞ് മനസ്സിലാവാതുണ്ടെങ്കിൽ പറയണം. എന്തെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിൽ ഉടനെ തന്നെ മ്യൂട്ട് മാറ്റിയിട്ട് പറയണം. ഒന്നുകൂടെ പറഞ്ഞു തരാം. അല്ലെങ്കിലേ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവത്തില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായോന്ന് വെറുതെ കേട്ടു പോവാതെ മനസ്സിലാക്കി പോകണ്ടായോ? അപ്പോഴ് ആ മഹാദേവൻ കൊടുത്തതായ ആ ത്രയ കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? വിശ്വാമിത്രൻ. ആരോടാണ് പറഞ്ഞത്? ജനക മഹാരാജാവിനോട്. അങ്ങനെ പറഞ്ഞപ്പോഴേ രാജാവിന് സന്തോഷമായി. കാരണം ജനക മഹാരാജാവ് ഒരു പന്തയം വെച്ചിരുന്നു. എന്താണ് പന്തയം? ഈ ത്രയംബകം വില്ല് കുലയ്ക്കുന്നവർക്ക് എന്താ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി വില്ല് കുലയ്ക്കുന്നതിന് വേണ്ടി വന്നു. പക്ഷെ ആർക്കും അതൊന്നും എടുത്തു പോക്കാൻ ഭാഗ്യം കിട്ടിയില്ല. അങ്ങനെ ഇവിടെ ശ്രീരാമൻ പറഞ്ഞു അത് കാണാമെന്ന്. എന്ന് പറഞ്ഞപ്പോ 5000 ഭടന്മാര് ചേർന്നാണ് ആ ത്രയംബകം എന്ന മഹേശ്വരന്റെ വില്ല് ആ സദസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ആ വില്ല് കുലയ്ക്കുന്നവർക്ക് സീതാദേവിയെ വിവാഹം കഴിച്ച് കിട്ടും. അപ്പം വിശ്വാമിത്ര മഹർഷിയുടെ അനുഗ്രഹത്തോടുകൂടി ശ്രീരാമചന്ദ്ര പ്രഭു 5000 പേര് ചുമന്നുകൊണ്ടുവന്ന ആ വില്ല് ഒറ്റയ്ക്ക് ഒരു കൈ കൊണ്ടെടുത്ത് വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം എന്ന് ജനക മഹാരാജാവ് പറഞ്ഞതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ആ വില്ലങ്ങ് കുലച്ചു. 5000 പേര് കൊണ്ടുവന്ന വില്ലാണ് ശ്രീരാമചന്ദ്രൻ ഒറ്റ കൈ കൊണ്ട് വളരെ നിഷ്പ്രയാസം മൃത്യുശാസന പ്രോക്തമായ ആ വില്ല് എടുത്തത്. ആ വില്ല് കുലച്ചപ്പോ അതിഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. 7 ലോകങ്ങളിലും ആ ശബ്ദം മാറ്റൊലിക്കൊണ്ടു. ഇടിവെട്ടിയിടും വണ്ണം വില്ലു മുറിഞ്ഞ ശബ്ദം കേട്ട ആരെ? സീതാദേവി. മിഥിലയിലെ രാജാവിന്റെ മകളായോണ്ട് സീതാദേവിയെ മൈഥിലി എന്നും പറയും. മിഥിലയുടെ പുത്രി മൈഥിലി. സീതാദേവി വളരെ സന്തോഷമായി. സീതാദേവിക്ക് സന്തോഷമായത് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വിവാഹം കഴിക്കാനാവും. അപ്പോഴ് മിഥിലയിലെ അമ്മമാരും എല്ലാവരും ചേർന്ന് മൈഥിലിയെ വളരെ സന്തോഷത്തോടുകൂടി പുതിയ വസ്ത്രങ്ങള്, പുതിയ സ്വർണ്ണാഭരണങ്ങള് ഒക്കെ അണിയിച്ച് വളരെ സുന്ദരിയായിട്ട് അണിയിച്ചൊരുക്കിയിട്ട് വരണമാലയും ഒക്കെ കൊടുത്ത്, വരണമാല വിവാഹത്തിന് പരസ്പരം ഇടുന്ന മാലയൊക്കെ കൊടുത്ത് ആ രാജസദസ്സിലേക്ക് വിടുകയാണ്. അവള് സീതാദേവി ആ വരണമാല്യം ശ്രീരാമചന്ദ്രനെ അവരെ വിവരം അറിയിക്കണ്ടായോ?
നെറ്റിന്റെ കംപ്ലൈന്റ് ഉണ്ടോ? കേൾക്കുന്നില്ലയോ? ഇപ്പൊ കേൾക്കാം. കേൾക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയിരുന്നു. ശരിയായി. ഏത് ഭാഗം കേൾക്കാനുള്ളത് ഒന്നുകൂടെ പറയണോ? ത്രയംബകം കുലച്ചു. വില്ല് ഉലച്ച് സീതാദേവിയെ വരിച്ചു. അങ്ങനെ ആ സന്ദേശം ജനക മഹാരാജാവ് പെട്ടെന്ന് തന്നെ ഒരു ദൂതനെ വരുത്തി ആ സന്ദേശം കൊടുത്ത് അയോധ്യയിലേക്ക് വിടുകയാണ്. അയോധ്യയിലെത്തിയ ആ ദൂതന്റെ കയ്യിൽ നിന്ന് സന്ദേശം ഗ്രഹിച്ച ദശരഥ മഹാരാജാവ് വിവരം വസിഷ്ഠ മുനിയോട് പറയുകയും വസിഷ്ഠ മുനിയുടെ നിർദ്ദേശപ്രകാരം ദശരഥ മഹാരാജാവും 3 ഭാര്യമാരും വസിഷ്ഠ മഹർഷിയുടെ ഭാര്യയായ അരുന്ധതി ദേവി ഒരുപാട് പൗരജനങ്ങള്, ഭരതന്, ശത്രുഘ്നന്, അങ്ങനെ എല്ലാവരും കൂടെ വാദ്യമേള ഘോഷത്തോടെ മിഥിലയിലേക്ക് പോവുകയാണ്. അങ്ങനെ മിഥിലയിലെത്തിയ അവരെ വളരെ രാജകീയമായിട്ട് തന്നെ ജനക മഹാരാജാവ് സ്വീകരിച്ച് ആനയിച്ച് ഇരുത്തുന്നു. ഇവിടെ രാമായണത്തില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വസിഷ്ഠ മഹർഷിയെ വിശ്വാമിത്രനും ജനക മഹാരാജാവും സ്വീകരിക്കുന്നതും നമസ്കരിക്കുന്നതും, അതുപോലെ രാമലക്ഷ്മണന്മാരെ ഭരത ശത്രുഘ്നന്മാർ നമസ്കരിക്കുന്നത്, ദശരഥ മഹാരാജാവിനെയും അമ്മമാരെയും കുമാരന്മാരെ എല്ലാവരും നമസ്കരിക്കുന്നത്, ഇത് നമ്മുടെ സനാതന ധർമ്മ ശാസ്ത്രത്തില് മുതിർന്നവരെ ബഹുമാനിക്കണം, ആദരവോടുകൂടി വേണം എല്ലാ മുതിർന്നവരോട് പെരുമാറാൻ എന്നുള്ളത് കാണിച്ചു തരികയാണ്. അങ്ങനെ അവരെയൊക്കെ സ്വീകരിച്ചിരുത്തി വിവരങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവർക്കും വളരെ സന്തോഷമായി. അങ്ങനെ ഇരിക്കുമ്പോ ജനക മഹാരാജാവ് പറയാണ്, എനിക്ക് 4 പുത്രിമാരാണുള്ളത്, അങ്ങയ്ക്ക് 4 പുത്രന്മാരുമാണല്ലോ, ഇവരെ പരസ്പരം വിവാഹം കഴിപ്പിച്ചാലോ? ഇത് ദശരഥ മഹാരാജാവിനും വസിഷ്ഠ മഹർഷിക്കും വളരെ സന്തോഷമായി. അവർക്കും അതേ അഭിപ്രായം തന്നെയായിരുന്നു. അങ്ങനെ ദശരഥ മഹാരാജാവിന്റെ 4 പുത്രന്മാർ ജനക മഹാരാജാവിന്റെ 4 പുത്രിമാരെ വിവാഹം കഴിക്കുന്നു. ശ്രീരാമൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ്? മ്യൂട്ടും. ചോദ്യം കേട്ടോ? ശ്രീരാമചന്ദ്രൻ വിവാഹം കഴിച്ചു സീതാദേവിയെ. ലക്ഷ്മണൻ ഊർമിളയെ വിവാഹം കഴിച്ചു. ഭരതൻ ശ്രുതകീർത്തിയെ വിവാഹം കഴിച്ചു. ശത്രുഘ്നൻ മാണ്ഡവിയെയും വിവാഹം കഴിച്ചു. വിവാഹമൊക്കെ കഴിഞ്ഞ് അവര് തിരിച്ച് അയോധ്യ, അവരുടെ രാജ്യം ഏതാ? ദശരഥ മഹാരാജാവിന്റെ രാജ്യം. മേധ മോളെന്ന് പറഞ്ഞ്. ദശരഥ മഹാരാജാവിന്റെ രാജ്യം അയോധ്യ. തിരിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ അയോധ്യയിലേക്ക് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരാൻ നേരം ജനക മഹാരാജാവ് സീതാദേവിയെ വിളിച്ചിട്ട് പതിവ്രത ധർമ്മത്തെ ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ വളരെ വലിയ വാദ്യമേള ഘോഷത്തോടെ ഒരു വലിയ വിവാഹ ഘോഷയാത്രയാ പോരുന്നത്. കാരണം എന്താണെന്നോ, വിവാഹം കഴിഞ്ഞു പോകുന്നവർക്ക് ധാരാളം ആനകള്, പശുക്കള്, കുതിരകള്, തേര്, കുറെ ദാസികള്, ധാരാളം വസ്ത്രങ്ങള്, ദിവ്യമായ ആഭരണങ്ങള്, ഇതൊക്കെ നൽകി ധാരാളം ആൾക്കാരുമൊക്കെ ഇവിടുന്ന് അയോധ്യയിൽ നിന്ന് വിവാഹത്തിന് അങ്ങോട്ട് ചെന്നവരുണ്ട്. അതുപോലെ മഹാരാജാവിന്റെ രാജ്യത്ത് നിന്ന് അയോധ്യയിലേക്ക് വരുന്നവരുണ്ട്. ഇവരെല്ലാവരും കൂടെ വളരെ വലിയ ഒരു ഘോഷയാത്രയായിട്ടാണ് അവരങ്ങനെ തിരികെ അയോധ്യയിലേക്ക് വരുന്നത്. ആ വരുന്ന വഴി പെട്ടെന്ന് പരശു എന്ന ഒരായുധവും ഒക്കെ ഏന്തിക്കൊണ്ട് ഒരാളാ ഘോഷയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു. ആരാണെന്ന് മനസ്സിലായോ? പരശു എന്നാണ് ആയുധം കയ്യിലുണ്ട്. പേര് പറയാമോ? പെട്ടെന്ന് പറയാം. പരശു എന്ന ആയുധം കൈ വെച്ചിരിക്കുന്നത് ആരാണ്?
പറ്റുമോ പറയാൻ ആർക്കെങ്കിലും? പരശുരാമൻ പെട്ടെന്ന് അവിടെ വരികയും ഈ ഘോഷയാത്രയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തിനാണ്? പരശുരാമന് പണ്ട് പരശുരാമന്റെ അച്ഛനെ ഒരു ക്ഷത്രിയ വംശത്തിൽപ്പെട്ട, അതായത് രാജാവ് വധിച്ചു. കാർത്തവീര്യാർജുനൻ എന്ന് പറഞ്ഞ രാജാവ് വധിച്ചത് കൊണ്ട് ഈ പരശുരാമന് ക്ഷത്രിയ വംശത്തിനോട് മൊത്തം വിരോധമാണ്. എവിടെ കണ്ടാലും ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവരെ വധിക്കുക. 21 വട്ടം വധിച്ചു കഴിഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് ഈ വരുന്നതും ക്ഷത്രിയ രാജാവായ ദശരഥനും ശ്രീരാമനും ഒക്കെയാ വരുന്നത്. അപ്പൊ അവരെ കൊല്ലാനുള്ള ദേഷ്യം ആർക്കുണ്ട്? ആരെങ്കിലും മ്യൂട്ട് ചെയ്തിട്ട് പറയണം. ഞാൻ തന്നെ ഇരുന്ന് റേഡിയോ പോലെ പറയാൻ പറ്റിയില്ല. മിടുക്കി. പരശുരാമന് ആ ദേഷ്യമുണ്ട്. അതുകൊണ്ട് പരശുരാമൻ ദേഷ്യപ്പെട്ടു വന്നപ്പോ ദശരഥ മഹാരാജാവിന് ഭയമായി. കാരണം ക്ഷത്രിയ വംശത്തെ എപ്പോഴും കൊല്ലാൻ നോക്കുന്ന ആളാണ്. ഇപ്പൊ ഇവിടെ ശ്രീരാമചന്ദ്രനെ കൊല്ലുമോ എന്നുള്ള ഭയമായി പോയി. അതുകൊണ്ട് ദശരഥ മഹാരാജാവ് ചെന്ന് വിളിക്കുക, ജമദഗ്നിപുത്ര രേണുകാത്മജ. ജമദഗ്നി മഹർഷിയുടെ പുത്രനാണ് പരശുരാമൻ. രേണുക എന്നായിരുന്നു അമ്മയുടെ പേര്. അതുകൊണ്ട് ആ ദേഷ്യം മാറ്റാൻ വേണ്ടി ജമദഗ്നിപുത്ര രേണുകാത്മജ ക്ഷത്രിയാന്തക പരശുരാമ കാർത്തവീര്യാരേ എന്നൊക്കെ വിളിച്ച് ശരണം യാചിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും കേട്ട ഭാവം പോലും ഇല്ല പരശുരാമന്. ഞാനൊഴിഞ്ഞുണ്ടോ രാമനീ ത്രിഭുവനത്തിങ്കൽ, ഞാനാണ് ഇവിടുത്തെ രാമൻ, അതിന്റെ കൂടെ വേറൊരു രാമനും വേണ്ട എന്നുള്ള മട്ടില് യുദ്ധത്തിന് തയ്യാറായിട്ട് തന്നെ വന്നതാ. മഹാദേവന്റെ ശിഷ്യനാണ് പരശുരാമൻ. മഹാദേവനെ കൊടുത്ത ത്രയംബകം വില്ലൊടിച്ചത് നീയാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലും ഒരു വില്ലുണ്ട്, വൈഷ്ണവ ചാപം. ഈ വൈഷ്ണവ ചാപം കൂടി നിനക്ക് കുലയ്ക്കാമോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നീ എന്നുമായിട്ട് യുദ്ധത്തിന് വരണം, നിങ്ങളെ എല്ലാവരെയും ഞാൻ യുദ്ധത്തിൽ വധിക്കും എന്ന് പറഞ്ഞു. അപ്പം ശാന്തചിത്തനാണ് ശ്രീരാമചന്ദ്രൻ. ഇതൊക്കെ ദശരഥ മഹാരാജാവ് ഭയന്നിരിക്കുക. പക്ഷെ ശ്രീരാമചന്ദ്ര പ്രഭുവിന് യാതൊരു വിഷമവും ഇല്ല. ശ്രീരാമചന്ദ്രൻ വളരെ വിനയാന്വിതനായിട്ടാണ് പരശുരാമനോട് പെരുമാറുന്നത്. നമ്മളോട് ഒരാൾ ദേഷ്യപ്പെട്ടു വന്നാൽ നമ്മളും അതേ ദേഷ്യത്തിൽ പെരുമാറിയല്ലേ അവിടെ എന്ത് നടക്കും? ഒരു യുദ്ധം നടക്കും. ഇവിടെ കോപാകുലനായിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി വന്ന പരശുരാമനോട് ശ്രീരാമൻ അങ്ങേയറ്റം വിനീതനായിട്ടാണ് പെരുമാറുന്നത്. അതുകൊണ്ട് പകുതി പരശുരാമന്റെ ദേഷ്യവും മാറി. അപ്പം പറഞ്ഞു, ശരി, അങ്ങയുടെ ആഗ്രഹം അതാണെങ്കില് വൈഷ്ണവജാപം തന്നാട്ടെ, ഞാനൊന്ന് കുലയ്ക്കാമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് വൈഷ്ണവജാപം വാങ്ങിച്ച് കുലയ്ക്കാൻ തുടങ്ങിയിട്ട് അത് ഒരു അസ്ത്രം എഴുതാല് അതിനൊരു ലക്ഷ്യം വേണമല്ലോ. എങ്ങോട്ടാണ് ഞാനിത് കുലയ്ക്കേണ്ടതെന്ന് പറഞ്ഞാള് പറഞ്ഞു. അന്നേരം മനസ്സിലായി ഇത് ഭഗവാൻ മഹാവിഷ്ണു തന്നെ ശ്രീരാമനായി വന്നതാണെന്ന്. ആർക്ക് മനസ്സിലായി? പരശുരാമന് മനസ്സിലായിട്ട് പറഞ്ഞു, എന്നിലുള്ള വൈഷ്ണവ തേജസ്സിനെ ഈ അസ്ത്രം കൊണ്ട് നിന്നിലേക്കാക്കുക എന്ന് പറഞ്ഞിട്ട് പരശുരാമൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നുണ്ട്. അങ്ങനെ സ്തുതിയൊക്കെ കഴിഞ്ഞ് മഹേന്ദ്രാചലത്തിലേക്ക് പരശുരാമൻ പോവുകയാണ്. പരശുരാമന്റെ തേജസ് എല്ലാം ശ്രീരാമനിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം പരശുരാമൻ മഹേന്ദ്രാചലത്തിലേക്ക് തപസ്സിനായി പോയി. അങ്ങനെ പിന്നീട് ദശരഥ മഹാരാജാവ് അവിടെ യുദ്ധമൊന്നും നടന്നില്ല, സന്തോഷമായിട്ടെല്ലാം കഴിഞ്ഞു. അങ്ങനെ ദശരഥ മഹാരാജാവ് എല്ലാവരും ഒത്ത് തിരിച്ച് അയോധ്യയിലെത്തി സുഖമായിട്ട് അങ്ങനെ കഴിയുമ്പോ കേകേയ രാജ്യത്ത് ദശരഥന്റെ മൂന്നാമത്തെ ഭാര്യ കൈകേയിയുടെ രാജ്യം കേകേയ രാജ്യത്ത് നിന്ന് യുധാജിത്ത് വന്നിട്ട് കൈകേയിയുടെ പുത്രനായ ഭരതനെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോഴ് ഭരതനും ശത്രുഘ്നനും കൂടെ യുധാജിത്തിന്റെ രാജ്യത്തേക്ക്, കേകേയ രാജ്യത്തേക്ക് ദശരഥന്റെ അനുഗ്രഹത്തോടുകൂടി പോകുന്നതോടുകൂടി ബാലകാന്ഡം തീരുകയാണ്. ഇതിലേതെങ്കിലും മനസ്സിലാവാത്തതോ മ്യൂട്ടായി പോയത് കൊണ്ട് കേൾക്കാത്തതോ ഉണ്ടെങ്കിൽ
ആര് ചോദിച്ചാലും നമുക്കിപ്പൊ തന്നെ പറയാം. നമ്മുടെ സമയവും കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ബാലകാണ്ഡം നമ്മളിവിടെ സമാപിച്ചിരിക്കുകയാണ്. ആർക്കും ഒന്നും പറയാനില്ലെന്ന് തോന്നുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആർക്കെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിലും ഈ മനസ്സിലായല്ലോ? ക്ലാസ്സിലുമായിട്ട് അപ്പൊ പറഞ്ഞതൊക്കെ ഒന്ന് ഗ്രൂപ്പില് കഥാപാത്രങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഇടാൻ പറ്റുമോ? ഇട്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇട്ടല്ലോ. കണ്ടില്ലായിരുന്നോ മോളെ? യൂട്യൂബിലുള്ളതല്ലേ? അതെ, അല്ല, നമ്മുടെ മറ്റേ ഗ്രൂപ്പിൽ അത് ശ്ലോകങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇട്ടിരുന്നത് പോലെ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഇടാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ അത് മോളെ, മുഴുവൻ കഴിഞ്ഞിട്ടാണോ അതോ ഞാന് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഞാൻ പറഞ്ഞു, ക്ലാസ്സിൽ? നമ്മള് യൂട്യൂബിലെയോ അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഇടുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ ചോദ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ തന്നെ അതിൽ നിന്ന് ഉത്തരവും കണ്ടുപിടിക്കണം. നമ്മൾ 1 മണിക്കൂർ പോലും വേണ്ടായല്ലോ. അതൊന്ന് കേൾക്കുമ്പം ആരെങ്കിലും ചോദ്യം ഉണ്ടാക്കിയോ? ഈ ചോദ്യം ഉണ്ടാക്കിയവര് ചെറിയവരാണെങ്കിലും സഹസ്രഭകനായി ഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് എന്തുവാണെന്നും ഇതിനകത്തിൽ പറയുന്നില്ല, രാമായണത്തിൽ പറയുന്നില്ല. ഞാന് അറിവുള്ളവരോട് ചോദിച്ചിട്ട് പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് കണ്ടിട്ട്, വീഡിയോ കണ്ടിട്ട് ചോദ്യം ഉണ്ടാക്കിയോ ആരെങ്കിലും? ആരെങ്കിലും ചോദ്യം ഉത്തരം ഉണ്ടാക്കിയോ? ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ കഥ മാത്രം കേട്ടങ്ങ് പോകും. ആരെങ്കിലും ചോദ്യം ഉണ്ടാക്കിയോ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ ഉണ്ടാക്കി. ചോദിക്കട്ടെ ചോദ്യം? വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ഈ പ്രാവശ്യത്തേത് കേട്ടിട്ടും നിങ്ങൾ സ്വയം ചോദ്യം ഉണ്ടാക്കണം, ഉത്തരവും കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ സ്കൂളിലേക്കും ഇങ്ങനെ തന്നെ ചെയ്യാം. അധ്യാപകര്, സാറുമാര് പഠിപ്പിച്ചു തരുന്നത് കേട്ട് മനസ്സിലാക്കിയിട്ട് സ്വയം ചോദ്യവും ഉത്തരവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം മോൻ ഉണ്ടാക്കിയ ചോദ്യങ്ങളൊന്ന് പറയാമോ? മോൻ ചോദിക്ക്, ബാക്കിയുള്ളവർ ഉത്തരം പറയും. പാലാഴി വാസൻ ആരാണ്? ഉത്തരം പറഞ്ഞ ആരെങ്കിലും? പാലാഴിയിൽ വസിക്കുന്നത് ആരാണ്? ആരെങ്കിലും ഉത്തരം പറയണേ. മഹാവിഷ്ണു. ആരെങ്കിലും ഉത്തരം പറയണം. കുട്ടികളാണ് പറയേണ്ടത്. സരസ്വതി കുട്ടികൾ പറയട്ടെ. ആരാണ്? മഹാവിഷ്ണു. വെരി ഗുഡ്. ചിന്മയും ഇടുക്കിയാണല്ലോ. എല്ലാരും ഇതുപോലെ ഉത്തരം പറയണം. ഇനി ഏത് ചോദ്യം അമ്മൂനെ ഉണ്ടാക്കിയിരിക്കുന്നത്? നിത്യകർമ്മങ്ങൾ എന്താണ്? നിത്യകർമ്മങ്ങൾ എന്നാൽ എന്താണ്? ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? നിത്യവും ചെയ്യേണ്ട കർമ്മങ്ങൾ. അതെ, വെരി ഗുഡ്, വെരി ഗുഡ് ദേവിക മോളെ. നിത്യവും ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയുണ്ടോ മോനെ ചോദ്യം? അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. അതെ, അതിന്റെ വിശദീകരണം. വിശദീകരണം പറയാമോ ദേവിക മോളെ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ ബ്രാഹ്മ മുഹൂർത്തെ ഉത്തിഷ്ഠ, ഒന്നാമത്തെ എപ്പിസോഡ്, നമ്മുടെ 2:1 ബാലശങ്കരം 2:1 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിത്യകർമ്മങ്ങൾ. മോനത് വിശദീകരിച്ചോളൂ.
മോൻ ചോദ്യം ഉണ്ടാക്കുന്ന ആളാ. അടുത്ത ചോദ്യം. അശ്വമേധം എന്താണ്? ആ യാഗം. ഉത്തരം ആരെങ്കിലും ഉണ്ടോ? അതെ, യാഗം. വളരെ ശരിയാണ്. അശ്വമേധം ഒരു യാഗമാണ്. അതെ, മിടുക്കി, ചിന്മയി മിടുക്കി. അടുത്ത ചോദ്യം ഉണ്ടോ മോനെ? ഒറ്റ മിനിറ്റ്. അശ്വമേധ യാഗം ആരായിരുന്നു നടത്തിയത്? ദശരഥ മഹാരാജാവ്. അല്ല, ഈ മഹർഷി ദശരഥൻ മഹാരാജാവാണ്. ദശരഥ മഹാരാജാവിന്റെ അശ്വമേധ യാഗം നടത്തിയ മഹർഷി ആരായിരുന്നു? വിശ്വാമിത്രനാണ്. അല്ല. അപ്പൊ നിങ്ങൾ ആരും ആ വീഡിയോ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. വസിഷ്ഠ മഹർഷിയാണോ? അല്ല, വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ദശരഥ മഹാരാജാവ് നടത്തിയ യാഗമാണ് അശ്വമേധ യാഗം. വൈഭാണ്ഡക മഹർഷിയാണ് നടത്തിയത്. സരയൂ നദിയുടെ തീരത്ത് വെച്ചാണ് അശ്വമേധ യാഗം നടത്തിയത്. ഇനി മോന്റെ ചോദ്യം ഉണ്ടോ? കിളിപ്പാട്ടിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? ആ, ഉത്തരം ആർക്ക് വേണമെങ്കിലും പറയാം. 24,000. എത്ര ശ്ലോകങ്ങളുണ്ട് 24,000. മോളെ? അത് 24,000. അത് അധ്യാത്മ രാമായണത്തില്, സോറി, ആദികാവ്യമായ രാമായണം സംസ്കൃതത്തിലാ. വാൽമീകി മഹർഷി എഴുതിയ രാമായണത്തിലാണ് 24,000 ശ്ലോകങ്ങൾ. ഇതിപ്പം ചോദിച്ച അധ്യാത്മ രാമായണം കിളിപ്പാട്ടിൽ എത്ര ശ്ലോകങ്ങൾ? ആർക്കെങ്കിലും അറിയാമോ? ഇല്ലെങ്കിൽ മോൻ തന്നെ പറഞ്ഞോളൂ. 4,000. ഇനി അടുത്തത്. വെരി ഗുഡ്. ഇനി അടുത്തത്. അടുത്ത ചോദ്യം ഉണ്ടോ? രാമായണം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വെരി ഗുഡ്, നല്ല ചോദ്യം. രാമന്റെ അയനം. ഉത്തരം ആരാ പറയും? ഒരു അർത്ഥം കൂടെ രാമന്റെ ഉണ്ടോ മോളെ? അയനം അഥവാ രാമായണം. രാമായണം ഇരുട്ട്. അതെ, വളരെ ശരി, വളരെ ശരി. വെരി ശരി, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്. ഭൂമി ദേവി ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ഏത് രൂപത്തിലാണ് വിഷമം പറയാൻ പോയത്? ആ, നല്ല ചോദ്യം. ഗോരൂപത്തിൽ. ഉത്തരം ആരാ പറയുന്നത്? വളരെ ശരി, വളരെ ശരി, ഗോരൂപത്തിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാണ് ചോദിക്കുന്നത്? ഇനി മോൻ അടുത്ത ചോദ്യം ഉണ്ടോ? ഇല്ല. ചോദ്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഭൂമിദേവി ഏത് രൂപത്തിലാണ് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ശങ്കരൻ പറയാൻ പോയത്? ഇനി വേറെ ആരെങ്കിലും ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും വേറെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അടുത്ത പ്രാവശ്യം മുതല് വീഡിയോ കണ്ടിട്ട് ചോദ്യം ഉണ്ടാക്കണം. പരസ്പരം ചോദ്യം ചോദിക്കണം. അറിയാവുന്നവരൊക്കെ ഉത്തരം പറയും. എല്ലാവരും 2-3 ചോദ്യങ്ങളെങ്കിലും ഉറപ്പായിട്ട് ചോദിക്കണം. എല്ലാവരും ഉത്തരം പറയണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഉത്തരം ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കാട്ടില് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കഴിയുന്നതും ശരിയായ ഉത്തരം പറയാൻ ശ്രമിക്കണം. ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കട്ടെ. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 7. വെരി ഗുഡ്. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് കാണ്ഡങ്ങള്? ബാലകാണ്ഡം, പറയാമോ? അയോധ്യാകാണ്ഡം, വളരെ ശരി. അയോധ്യാകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം. ഇടയ്ക്ക് ഒരെണ്ണം പോയില്ല മോനെ. ആരണ്യകാണ്ഡം. അതെ, ബാലന്മാരായിട്ടിരുന്ന അപ്പം ബാലകാണ്ഡം,
അവര് താമസിച്ച അയോധ്യാകാന്ഡം അങ്ങനെ പറഞ്ഞു പഠിക്കണേ. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം. കേട്ടോ? വാൽമീകി മഹർഷിയാവുന്നതിന് മുമ്പ് ആരായിരുന്നു? കാട്ടാളൻ. പേരെന്തുവായിരുന്നു? കാട്ടാളന്റെ പേര് രത്നാകരൻ. വളരെ ശരിയാണ്, രത്നാകരൻ. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. വൽമീകം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വൽമീകം, വൽമീകത്തിൽ നിന്ന് വന്നതുകൊണ്ട് എന്തോ? ശരിയാണ്. വാൽമീകത്തിൽ നിന്ന് വന്നതുകൊണ്ടാ വാൽമീകി എന്ന് പറഞ്ഞത്. ദശരഥ മഹാരാജാവിന്റെ വംശം ഏത് വംശത്തിലായിരുന്നു ദശരഥ മഹാരാജാവ്? സൂര്യവംശം. വളരെ ശരിയാ. ആ സൂര്യവംശത്തിന് വേറെ 2 പേരൂടെ ഉണ്ട്, ഇക്ഷ്വാകു വംശം, രഘുവംശം. ഏത് രാജ്യത്തെ രാജാവായിരുന്നു ദശരഥ മഹാരാജാവ്? അയോധ്യ. കോസല രാജ്യത്തിന്റെ തലസ്ഥാനം അയോധ്യ. രാജാവിന്റെ ഭാര്യമാർ ആരൊക്കെയായിരുന്നു? സുമിത്ര, കൗസല്യ, കൈകേയി. വളരെ ശരിയാണ്. കുലഗുരു ആരായിരുന്നു? സൂര്യവംശത്തിന്റെ ഗുരു വസിഷ്ഠ മഹർഷി. വസിഷ്ഠൻ. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. പിന്നെ പുത്രരുണ്ടാവാനായിട്ട് ഒരു യാഗം നടത്തിയല്ലോ, ആ യാഗത്തിന്റെ പേരെന്തായിരുന്നു? വളരെ ശരിയാ. അതാരായിരുന്നു നടത്തിയത്? യാഗം നടത്തിയത് ഏത് ഋഷിയായിരുന്നു? ഋഷ്യശൃംഗൻ. വൈഭാണ്ഡകനല്ല, അത് അശ്വമേധ യാഗം നടത്തിയത്. ഇത് ഋഷ്യശൃംഗൻ. യാഗാഗ്നിയിൽ നിന്ന് പായസം കൊണ്ടുവന്നത് ആരായിരുന്നു? യാഗാഗ്നിയിൽ നിന്ന് പായസം കൊണ്ടുവന്നത് ആരായിരുന്നു? അഗ്നിദേവനാണ്. വളരെ കറക്റ്റ്. കൗസല്യയുടെ മകൻ ആരായിരുന്നു? ശ്രീരാമൻ. കൈകേയിയുടെ മകൻ ഭരതൻ. വളരെ ശരി. സുമിത്രയുടെ മകൻ? സുമിത്രയുടെ മക്കൾ ആരായിരുന്നു? എല്ലാം വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അധ്യാത്മ ഇനിയും ചോദിക്കട്ടെ? ഈ മഹാദേവൻ രാവണന് നൽകിയ വാൾ ഏതായിരുന്നു? മഹാദേവൻ രാവണന് നൽകിയ വാൾ? ചന്ദ്രഹാസം. അതെ, വളരെ ശരിയാണ്. ദശരഥ മഹാരാജാവിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? സുമന്ത്രർ. പാലാഴിയിലേക്ക് ചെന്ന ദേവന്മാർ മഹാവിഷ്ണുവിനെ ഏത് സ്തുതി കൊണ്ടാണ് സ്തുതിക്കുന്നത്? ഏത് സൂക്തം ചൊല്ലിയാ സ്തുതിക്കുന്നത്? വളരെ ശരിയാണ്. അപ്പൊ നമ്മള് ഉറപ്പായിട്ട് ഈ ചോദ്യങ്ങള് നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒരു ബുക്ക് എടുത്തു വെച്ച് വീഡിയോ കണ്ട് കേട്ട് മനസ്സിലാക്കി ചോദ്യങ്ങൾ തന്നെ ഉണ്ടാക്കുകയും ഉത്തരങ്ങൾ എഴുതുകയും ചെയ്യണം. എന്നിട്ട് നമുക്കിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് 10 മിനിറ്റ് ചെലവഴിച്ചിട്ട് വേണം ഓരോ ദിവസവും നമ്മുടെ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാൻ. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്നത്തെ ഭാഗം നിങ്ങൾ കേട്ടിട്ട് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ എഴുതണം. നല്ല രസകരമായിട്ട് ക്ലാസ് മുമ്പോട്ട് പോകണമെങ്കിൽ ചുമ്മാതെ റേഡിയോ പറയുന്ന പോലെ ഞാനിവിടെ ഇരുന്ന് പറഞ്ഞാൽ പറ്റുകയില്ല.
നിങ്ങളും കൂടെ ചേർന്ന് നമുക്കൊന്നിച്ച് വേണം മുമ്പോട്ട് പോവാൻ. കേട്ടോ കുഞ്ഞുങ്ങളെ? ആരെങ്കിലും പ്രതികരിച്ചേ? ഒരു പ്രതികരണവും വരുന്നില്ലല്ലോ. ചേച്ചി ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ? ഇന്നത്തെ ഓ, ക്ലാസ് ഉണ്ട്. ആ, വളരെ സന്തോഷമായി. ഇന്നത്തെ ക്ലാസ് വലിയവർക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ആ കുഞ്ഞു ചോദ്യം ചോദിച്ചതും ചേച്ചിയുടെ ആ ഒരു സംഭാഷണം എല്ലാം വളരെ ഭംഗിയായി. വളരെ സന്തോഷം. കഥ പോലെ പറഞ്ഞു തരുന്നതുകൊണ്ട് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. നമ്മൾ വേണ്ട ബാലകാണ്ഡം പഠിച്ചു കഴിഞ്ഞു. കേട്ടോ? കേട്ടോ ദേവിക മോളെ? നമുക്ക് ആ രാമായണ കുട്ടി മാസം ആകുമ്പോഴത്തേക്ക് ഇതിന് ആ കുട്ടി ഇത്തിരി കൂടുതൽ ഒരു ചോദ്യം പോലും പറ്റുന്നില്ല, നെറ്റില്ല. എന്തോ ആ കുട്ടി വളരെ നന്നായി തന്നെ ഓക്കെ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പറ്റില്ല, നെറ്റില്ലായിരുന്നു. അതെ. ചോദ്യങ്ങൾ എഴുതിക്കൊണ്ട് വന്ന് ചോദിച്ച മോന് ഒരു ബിഗ് ഹാറ്റ്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാവരും നമ്മള് അടുത്ത ക്ലാസ്സില് ചോദ്യം ഉണ്ടാക്കണം. ഏറ്റവും കൂടുതൽ ചോദ്യം ഉണ്ടാക്കണം. ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ചോദ്യങ്ങൾ എഴുതുക, ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. ഇത് ഈ രാമായണത്തിന്റെ പുസ്തകത്തിന് വേണ്ടി അല്ലെ രാമായണം പഠിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന നിങ്ങൾക്ക് സ്കൂളിലേക്കും പിന്നെ ഇങ്ങനെ പറ്റും. ടീച്ചർമാർ പഠിപ്പിക്കുന്ന നോട്ട്സ് വെച്ച് നിങ്ങൾക്ക് തന്നെ ചോദ്യം ഉണ്ടാക്കാനും ഉത്തരം കണ്ടുപിടിക്കാനും പറ്റും. അത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സ്കൂളിലേക്ക് പറ്റും. ഇവിടെ നമ്മള് ഈ സത്സംഗത്തിൽ കൂടെ നമുക്ക് പറ്റുന്നത് രാമായണത്തിലെ ഇത്രയും ചോദ്യം അല്ലാതെ ബാലകാണ്ഡത്തിൽ നിന്ന് ഇനി ഒരു ചോദ്യവും വരത്തില്ല. അപ്പം നമ്മുടെ കർക്കിടക മാസത്തിലെ എല്ലായിടത്തും കേരളം മൊത്തം അങ്ങോളം ഇങ്ങോളം രാമായണ പ്രശ്നോത്തരി പല സംഘടനകളും നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ മൊത്തം കാണ്ഡങ്ങളും ഉത്തരകാണ്ഡം വരെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾക്കറിയാൻ വയ്യാത്ത ഒറ്റ ചോദ്യവും കാണത്തില്ല. എവിടെ ചെന്നാലും നിങ്ങൾ വിജയിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോവാൻ വേണ്ടിയാണ് കുറച്ചും കൂടെ കൊച്ചു കുഞ്ഞുങ്ങളായോണ്ടാണ് ഞാൻ തത്വങ്ങളൊക്കെ പറയാത്തത്. നമുക്ക് ഒരു പ്രാവശ്യം ഇത് പഠിച്ചു കഴിയുമ്പോൾ ഒരു റിവിഷൻ പോലെ എടുക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടെ കാര്യഗൗരവമായിട്ട് പറയാം. ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ആരാണ് കായേന വാച ചൊല്ലുന്നത്? മുന്നോട്ട് വരണം മിടുക്കരായിട്ട്. ആരാണ് ചൊല്ലുന്നത്? മടിച്ചു നിൽക്കാതെ മുമ്പോട്ട് വന്ന് മ്യൂട്ട് മാറ്റി ചൊല്ലിക്കേ. ഞാൻ പറയുന്നത് കേട്ടില്ലയോ ആരും? കുട്ടികൾ കടന്നു വരൂ. കായേന വാച മനസ്സിന്റെയാരാണ് ദേവിക ചൊല്ലിക്കോളൂ. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. വെരി ഗുഡ്. അടുത്തത് പൂർണ്ണമത. ഓം. ആരാ ചൊല്ലുന്നത്? ഓം സായിരാ ശ്രീശങ്കർ. മോനെ. പൂർണ്ണമദ പൂർണ്ണമിദം ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയശങ്കരം. നമുക്ക് ജയശങ്കര. നമുക്ക് മൈക്ക് നമ്മുടെ ജിയുടെ കൊടുക്കാം. വളരെ സന്തോഷം ഉഷോപ്പോളെ. വളരെ നല്ല ക്ലാസ് ആണ്. കാരണം കുട്ടികൾക്കും സരസ്വതി അപ്പോൾ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് മാത്രമല്ല അത് മുതിർന്നവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയാണ്. അത് ഓപ്പോളുടെ ശൈലിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. പക്ഷെ എനിക്ക് ചെറിയൊരു ന്യൂനതയായിട്ട് തോന്നിയത് അപ്പോൾ ഇന്നത്തെ മൊബൈലിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ലാപ്ടോപ്പിൽ നിന്ന് കയറിയപ്പോൾ വളരെ ഗ്രാൻഡ് ആയിരുന്നു, നല്ല രീതിയിലുള്ള ഇതും. പക്ഷെ കാണാതെ നമ്മളൊരു വീഡിയോ കാണാതെ നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ എന്തോ ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി. നമുക്ക് അടുത്ത പ്രാവശ്യം തൊട്ട് അത് ആ പോരായ്മ പരിഹരിച്ചുകൊണ്ട് നമുക്ക് പോകാം. പിന്നെ ഇന്ന് നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാരോട് 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഒന്ന്, നിങ്ങൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷൻ തുടങ്ങി കാണും. നമ്മുടെ ആചാര്യസ്വാമികളുടെ ജയന്തി ആഘോഷം ശ്രീശങ്കര സ്മൃതി എന്ന പേരിൽ
നമ്മൾ ഇപ്രാവശ്യം മെയ് 2-ാം തീയതി പത്തനംതിട്ട ശ്രീ ശാന്താനന്ദ ഋഷിജ്ഞാന സാധനാലയത്തിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ അവരുടെ മാതാപിതാക്കളോടൊപ്പം തന്നെ ആ പരിപാടിയിൽ പങ്കുചേരുക. അതേപോലെ തന്നെ നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ മാസം മാർച്ച് 16 മുതൽ 22 വരെ നമ്മൾ ആത്മായനം 25-1 എന്നുള്ള പേരിൽ വാരണാസി, അയോധ്യ ഈ പുണ്യസ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിച്ചിരുന്നു. 46ഓളം പേര് പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അത്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് 90% ആൾക്കാരും സീനിയർ സിറ്റിസൺസ് ആയിരുന്നു. അപ്പൊ അതായത് പ്രായമായവർക്കും ആ യാത്രയിൽ പങ്കെടുത്തു. വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ആ യാത്ര. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നമ്മുടെ യാത്ര പര്യവസാനിപ്പിച്ചു. അതിനുശേഷം ഇപ്പൊ നമ്മൾ ഏപ്രിൽ മാസം 2-ാം തീയതി ശ്രീ ശങ്കരപദം എന്നുള്ള പേരിൽ നമ്മളൊരു യാത്ര സംഘടിപ്പിച്ചു. ആദ്യമായിട്ടുള്ള യാത്രയായിരുന്നു അത്. ആദിശങ്കരാചാര്യ സ്വാമികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാലടിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പുണ്യസ്ഥലങ്ങളും മേൽപ്പാഴൂർ മന, സ്വർണ്ണത്ത് മന, അദ്ദേഹം കളിച്ചു വളർന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കുകയുണ്ടായി. അത് വളരെ വിജയമായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാ മാസവും ഈ ശങ്കരപദം യാത്രയെ സംഘടിപ്പിക്കുന്നുണ്ട്. അടുത്ത മാസം മെയ് മാസം 20-ാം തീയതിക്ക് ശേഷം നമ്മൾ വീണ്ടും ശങ്കരപദത്തിന്റെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആചാര്യസ്വാമികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുണ്യപ്രദേശങ്ങളൊക്കെ കാണാവുന്നതാണ്. അതും നിങ്ങൾക്ക് ഈ വെക്കേഷൻ സമയത്ത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. കുട്ടികളെല്ലാവരും ആൻസറൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു അഭിമാനമാണ്. കാരണം നമുക്ക് എത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. അതിന് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ എല്ലാ പ്രത്യേകിച്ച് ഉഷോക്കളോടും ഈ ഒരു പരിപാടി ബാലശങ്കരം ഏറ്റെടുത്ത് നടത്തുന്നതിൽ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ ഒരു ശ്രമം ഇനിയും ഒന്നും കൂടെ ഒന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു 5-10 കുട്ടികളാണ്. തുടക്കത്തിൽ ഒരു 28ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നും കൂടെ ഒന്ന് മാറ്റി നമുക്ക് ആ ഗ്രൂപ്പിലുള്ള കുട്ടികളോടൊക്കെ ഒന്ന് സംസാരിച്ച് നമുക്കൊന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ എന്തായാലും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ അടുത്തായി സുരേഷ് ഏട്ടൻ, നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള ശ്രീ സുരേഷ് പാഴൂർ ഏട്ടനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. 2 വാക്ക് സംസാരിച്ച ശേഷം നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാനും തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് ആയിട്ടാണ് കയറിയത്. എന്നാൽ പോലും ഓരോ പാഠഭാഗങ്ങൾ, അതായത് ഷോപ്പുകൾ പറഞ്ഞു തരുന്ന ഭാഗങ്ങളൊക്കെ വളരെ വ്യക്തവും ലളിതവുമായിരുന്നു. ഓരോരുത്തർക്കും മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു. കുട്ടികളുടെ താല്പര്യം തീർച്ചയായിട്ടും അതിൽ കാണാനുണ്ട്. കാരണം വെച്ചാല് കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ആ ചോദ്യങ്ങൾ ഉണ്ടാക്കിയ കുട്ടി തന്നെ വളരെ നന്നായി തന്നെ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്താണ് വന്നിരുന്നത്. ഇടയ്ക്ക് സരസ്വതി കുട്ടിയാണെങ്കിലും നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. ആ കുട്ടികൾ വലിയ കുട്ടികളായിട്ടുള്ള ഞങ്ങളും ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ആസ്വദിക്കാനും നന്നായിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇനിയുള്ള ക്ലാസ്സുകളിലും പങ്കെടുക്കണം. കഥകളൊക്കെ കേൾക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തില് മുത്തശ്ശന്മാരും ഒക്കെ ചിലപ്പോൾ പറഞ്ഞു തരുന്ന ഇതുണ്ടാവും. ഞങ്ങൾക്കൊക്കെ അങ്ങനെയാണ് കഥകളൊക്കെ കേട്ട് പഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ടീച്ചർ നിങ്ങളോട് കഥ പറഞ്ഞു തരുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഈ എന്താ പറയാ, വെക്കേഷൻ ടൈമാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ല ഗുണം ചെയ്യും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയശങ്കര. ജയശങ്കര. നാളെ നമ്മുടെ സൽസന്ധ്യ 255-ാം സെഷനാണ്. അപ്പൊ അതിൽ നമ്മുടെ ശങ്കരപദം യാത്രയിൽ പങ്കെടുത്ത അംഗങ്ങൾ എല്ലാവരും ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്കും അവരുടെ അനുഭവങ്ങൾ കേൾക്കാവുന്നതാണ്. നാളത്തെ പരിപാടിയിൽ എങ്ങനെയുണ്ടായിരുന്നു ആ ശങ്കരപദം യാത്ര. രാവിലെ 7 മണിക്ക് തുടങ്ങി വൈകുന്നേരം 7 മണി വരെയുള്ള ഒരു പരിപാടിയായിരുന്നു. എല്ലാം ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. വളരെ ഗംഭീരമായിട്ടൊരു പരിപാടിയായിരുന്നു. വളരെ നല്ല ഐശ്വര്യം നിറഞ്ഞൊരു പരിപാടിയായിരുന്നു. തീർച്ചയായിട്ടും അതിലെ പങ്കെടുത്ത അംഗങ്ങൾ എല്ലാവരും നാളെ നമ്മുടെ സൽസന്ധ്യയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് എല്ലാം എല്ലാ ഗ്രൂപ്പുകളിലും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും സമയം പോലെ ഈ 8 മണി തൊട്ട് 9 മണി വരെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും കാണുക. എന്തായാലും എല്ലാവർക്കും ദേവി മൂകാംബികയുടെ ചെറിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും ദേവി മൂകാംബികയുടെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. പ്രത്യേകം ഷോപ്പുകൾക്ക് പ്രത്യേകം നന്ദി. ഈ ബാലശങ്കര പരിപാടി വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്, ഒപ്പം അഭിമാനവും. ജയശങ്കര. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ജയശങ്കര. 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 ജയശങ്കര മോളെ.